ഹായ് ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റ് സീരിയലിൽ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നവ്യ തന്നെ അബി തന്നോട് ചെയ്ത ചതികളെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് അബിയും ഡേവിഡിനെയും അതുപോലെ എയും ജ്വല്ലറിയുടെ യഥാർത്ഥ ഉടമയായ നാഗേന്ദ്രനെയും കുരുക്കാനുള്ള ഓരോ പണികളുമായിട്ട് മുന്നോട്ട് വരികയാണ്. ആരും അറിയാതെ വളരെ രഹസ്യമായിട്ട് തന്നെ എയും ജ്വല്ലറിയുടെ രഹസ്യ വിവരങ്ങളെല്ലാം സുഹൃത്ത് വഴി ആദർശനും അതുപോലെ നന്ദുവിനും എത്തിച്ചു കൊടുക്കുന്നുണ്ട് നവ്യ. തന്നെ ഇത്രയും നാളും സ്നേഹം നടിച്ച് ചതിക്കായിരുന്ന അബിക്കിട്ടും അതുപോലെ അബിയെ സപ്പോർട്ട് ചെയ്ത ഡേവിഡിനിട്ടും ഒക്കെ നല്ലൊരു പണി കൊടുക്കാനായിട്ട് തന്നെ നവ്യ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നതുകൊണ്ട് ആദർശനും മനിക്കും അതുപോലെ മുത്തശ്ശനും തന്നെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സഹായങ്ങളെല്ലാം തന്നെ ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് നവ്യ. ഒടുവിൽ നവ്യ ജ്വല്ലറി എന്ന സാമ്രാജ്യം തന്നെ തകർത്തെറിയുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു എപ്പിസോഡിന്റെ വിശേഷങ്ങളാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ നമ്മുടെ ഹനി സ്വിറ്റ്സർലാൻഡ് കമ്പനിയുമായിട്ട് ഒരു ഡീൽ ഉറപ്പിക്കാനായിട്ട് പോവുകയാണല്ലോ. മുത്തശ്ശൻ ആ ഡീലിൽ പങ്കെടുക്കണമെന്ന് അനിയോട് നിർബന്ധിക്കുമ്പോഴും അനി പറയുന്നുണ്ട്, എനിക്ക് ആ ഡീലിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല മുത്തശ്ശ. ആ ഡീലിൽ പങ്കെടുത്താലും നമുക്ക് ആ ഡീല് കിട്ടണമെന്നില്ല. കാരണം ഇപ്പം മാർക്കറ്റിൽ നമ്മൾ ഒരുപാട് താഴെയാണ്. മൂർത്തിസ് ജ്വല്ലറി ഇപ്പോൾ 5ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തിയിരിക്കുക. ജ്വല്ലറിക്കാരാണ് ഇപ്പം നമ്പർ 1. എന്തായാലും അവർക്ക് നിഷ്പ്രയാസം ആ ഡീല് സ്വന്തമാക്കാൻ കഴിയും. വെറുതെ നമ്മൾ ഇതിൽ ഇടപെട്ട് നാണക്കേട് വരുത്തി വെക്കേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് ഞാൻ എന്തായാലും ആ ഡീലിൽ പങ്കെടുക്കുന്നില്ല എന്നൊക്കെ അനി പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ അനി അങ്ങനെ പറയുന്നത് ആദർശന്റെ നിർദ്ദേശപ്രകാരമാണ്. ആദർശും അനിയും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു ഡ്രാമയായിരുന്നു അത്. അത് വേറൊന്നും കണ്ടല്ല, മുത്തശ്ശനും മുത്തശ്ശിയും അതുപോലെ ദേവയാനിയും ജയനും ഒക്കെ ഇരിക്കുന്ന സമയത്താണല്ലോ അനി ഇങ്ങനെ പറയുന്നത്. ആ സമയത്ത് അവിടെ ജലജയും ഉണ്ടായിരുന്നു. അനന്തപുരിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും അവിടെ എടുക്കുന്ന തീരുമാനങ്ങളും എല്ലാം ജ്വല്ലറിക്കാർക്ക് ചോർത്തി കൊടുക്കുന്നത് അബിയും ജലജയും നവ്യയും ഒക്കെ ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ജലജ കേൾക്കാനും കൂടി വേണ്ടിയിട്ടാണ് അനി അങ്ങനെ പറയുന്നത്. ജലജ അത് കേട്ടപാടെ അബിയെ വിളിച്ച് ഈ വിവരം പറയുകയും ചെയ്യുന്നുണ്ട്. നാളെ നടക്കാൻ പോകുന്ന ആ ഒരു മീറ്റിംഗിൽ മൂർത്തിസ് ജ്വല്ലറിയുടെ പ്രതിനിധിയായി ഇവിടുന്ന് ആരും തന്നെ ഉണ്ടാവില്ലെന്നും അതുകൊണ്ട് ജ്വല്ലറിക്ക് തന്നെ ആ ഡീല് സ്വന്തമാക്കാൻ കഴിയുമെന്നൊക്കെ ജലജ വിളിച്ച് പറയുമ്പം അബിക്ക് അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. കാരണം അനി MD സ്ഥാനത്ത് കയറിയതിന് ശേഷമാണല്ലോ അബി ആ ജ്വല്ലറി തന്നെ അടിച്ച് പുറത്താക്കിയത്. അപ്പോൾ ആ ഒരു പ്രതികാരം വീട്ടാൻ വേണ്ടിയിട്ടായിരുന്നു അബി ഈ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരുന്നത്. എന്തായാലും അനി MD ആയി ഇരിക്കുന്ന ഈ സമയത്ത് തന്നെ അവൻ എൻ്റെ മുമ്പിൽ തലകുനിച്ച് നാണം കെട്ടിയിരിക്കുന്ന കാണണമെന്ന് അബിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നുവെന്നും അത് ഇനി നടക്കില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ഒരു നിരാശയോടെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് അബി. അതെന്തായാലും കുഴപ്പമില്ല, ഈ ഡീൽ അവർക്ക് സ്വന്തമാക്കാൻ കഴിയില്ലെന്ന് അവർക്ക് തീർച്ചയുള്ളതുകൊണ്ടല്ലേ അവർ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാത്തത്. അത് തന്നെ നമ്മുടെ വിജയമാണ്. അത് മാത്രമല്ല, ആദർശേട്ടൻ MD ആയിരിക്കുന്ന സമയത്ത് മൂർത്തിസ് ജ്വല്ലറി 2ാം സ്ഥാനത്തായിരുന്നു. ഇപ്പൊ അനി MD കസേരയിൽ വന്നതിന് ശേഷം മൂർത്തിസ് ജ്വല്ലറി കൂപ്പുകുത്തി 5ാം സ്ഥാനത്തേക്ക് പോയിരിക്കുകയല്ലേ. ഇനി അധികം വൈകാതെ തന്നെ അനിയെ മുത്തശ്ശൻ ചവിട്ടി പുറത്താക്കുമെന്നും ആ സ്ഥാനത്തേക്ക് പുറത്തുനിന്നുള്ള ഒരാളെ നിയമിക്കുമെന്നും അനിയുടെ കാര്യം കട്ടപ്പോകയാവുമെന്നൊക്കെ നമ്മുടെ അബിയും ഡേവിഡും അതുപോലെ തന്നെ നാഗേന്ദ്രനും ഒക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഇനി അതിൽ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിച്ച് അനി തന്നെ MD കസേരയിൽ തുടരാൻ മുത്തശ്ശൻ അനുവദിച്ചാൽ അത് നമുക്ക് ഒരു അവസരമാക്കി മുതലെടുക്കണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് അവന്തിയോട് തന്നെ അനിയെ പൂട്ടാൻ പറഞ്ഞിരിക്കുന്നത്. അനിയോട് സ്നേഹം പ്രകടിപ്പിച്ച് അവനെ വലയിലാക്കി അവനെ കല്യാണം കഴിച്ചാൽ മൂർത്തിസ് ജ്വല്ലറിയുടെ MDയുടെ ഭാര്യ എന്നുള്ളൊരു സ്ഥാനമാകുമല്ലോ അവന്തിക്ക്. അങ്ങനെ മൂർത്തിസ് ജ്വല്ലറിയും അനന്തപുരി തറവാടും ഒക്കെ അധികം വൈകാതെ തന്നെ നമ്മുടെ കൈകളിലേക്ക് എത്തുമെന്നൊക്കെയാണ് നാഗേന്ദ്രൻ അവന്തികയ്ക്കും ഉപദേശിച്ചു കൊടുത്തിരിക്കുന്നത്. അതുപ്രകാരം അവന്തികയെ കൊണ്ട് കഴിയും പോലെ അനിയെ ഇംപ്രസ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും അനി ഒരു പൊടിക്ക് പോലും അവന്തികയെ പരിഗണിക്കുന്നതേ ഇല്ല. അനിയുടെ മനസ്സിൽ നിറയെ നന്ദുവാണല്ലോ ഉള്ളേ. അനാമികയുമായുള്ള ബന്ധം എന്നേക്കുമായി നിയമപരമായി വേർപെടുത്തി കഴിഞ്ഞാൽ പിന്നെ നന്ദു മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെയുള്ളൊരു ആത്മവിശ്വാസത്തിലാണ് നമ്മുടെ അനിയും നടക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അനി. അന്ന് ഈ MD സ്ഥാനവും ഭാരിച്ച ഉത്തരവാദിത്തങ്ങളും എല്ലാം തിരികെ ആദർശേട്ടനെ തന്നെ ഏൽപ്പിച്ച് ഫ്രീ ആകണമെന്നൊക്കെ നമ്മുടെ അനി ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ആദർശന്റെ നിർദ്ദേശപ്രകാരമാണല്ലോ അനി ഇങ്ങനെ ഒരു ഡ്രാമ കളിക്കുന്നത്. അപ്പം അബിയും ജലജയും അവന്തിയൊക്കെ അതങ്ങ് വിശ്വസിച്ചിരിക്കുകയാണ്. എന്നാൽ ഇത് അറിയുന്ന നവ്യയ്ക്ക് നല്ല സങ്കടമാവുന്നുണ്ട് കേട്ടോ. കാരണം ഈ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്ത് ഈ ഒരു ഡീലർഷിപ്പ് അവർക്ക് തന്നെ സ്വന്തമാക്കാൻ വേണ്ടി ജ്വല്ലറിക്കാർ സജ്ജമായിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് എല്ലാം തന്നെ നവ്യ സംഘടിപ്പിച്ച് അത് സുഹൃത്ത് വഴി ആദർശിന് അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഇവർക്ക് കുറച്ചും കൂടെ മെച്ചപ്പെട്ട രീതിയിൽ പ്രസൻറ്റേഷൻ തയ്യാറാക്കാൻ കഴിയുമെന്നാണ് നവ്യ വിചാരിച്ചിരുന്നത്. എന്നിട്ടും അവർ എന്തുകൊണ്ടാണ് മീറ്റിങ്ങിൽ പങ്കെടുക്കാത്തതെന്നൊക്കെ ഓർത്തിട്ട് നവ്യക്ക് ചെറിയ വിഷമമൊക്കെ ആവുന്നുണ്ട്. നാളെ നടക്കാൻ പോകുന്ന മീറ്റിങ്ങിൽ എന്തായാലും ഈ ഡീൽ നമുക്ക് തന്നെ സ്വന്തമാക്കാൻ പറ്റും എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസിലാണ് അബിയും അതുപോലെ ഡേവിഡും നാഗേന്ദ്രനും ഒക്കെ ഇരിക്കുന്നത്. എന്നാൽ എന്ത് വില കൊടുത്തും ഈ ഒരു ഡീല് മൂർത്തിസ് ജ്വല്ലറിക്ക് തന്നെ കിട്ടണം എന്നുള്ള ഒരൊറ്റ വാശിയിൽ തന്നെയാണ് ആദർശ അനിയും അതുപോലെ നയനയൊക്കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. അങ്ങനെ സ്വിറ്റ്സർലാൻഡ് കമ്പനിയുമായിട്ടുള്ള മീറ്റിങ്ങിൻ്റെ ദിവസം എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അബി രാവിലെ തന്നെ കുളിച്ച് റെഡിയായി നേരെ ജ്വല്ലറിയിലേക്ക് പോകുന്നുണ്ട്. ഓഫീസിൽ ചെന്നതിന് ശേഷം ഡേവിഡുമായിട്ട് ഒന്നിച്ച് മീറ്റിങ്ങിന് പോകാനായിട്ടാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്.
അബി അങ്ങനെ ഓഫീസിലേക്ക് പോകാനായിട്ട് ഒരുങ്ങി ഇറങ്ങുമ്പോഴേക്കും തന്നെ ജലജയെ കാണുന്നുണ്ട്. ആ സമയത്ത് ജലജ പറയുന്നുണ്ട്, എടാ മോനെ, നീ അവിടെ ചെന്നതിന് ശേഷമുള്ള ആദ്യത്തെ മീറ്റിംഗ് ആയത്. ഈ ഡീലർഷിപ്പ് എയും ജ്വല്ലർക്കാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ക്രെഡിറ്റ് നിനക്കും കൂടിയാ. ഇപ്പം മാനേജർ ആയിരിക്കുന്ന നിന്നെ വേണമെങ്കിൽ ചിലപ്പോൾ അവർ MD കസേരയിൽ ഇരുത്തിയേക്കാം. അതുപോലെ തന്നെ ഇത് കാരണം നിനക്ക് ഒരുപാട് ഗുണവും ഉണ്ടാകും. അതുകൊണ്ട് ഈ ഡീലർഷിപ്പ് എങ്ങനെയും എയും ജ്വല്ലർക്ക് തന്നെ കിട്ടാൻ വേണ്ടി നീ നിന്നെ കൊണ്ട് കഴിയും പോലെ എല്ലാം ചെയ്യണമെന്നൊക്കെ നമ്മുടെ ജലജ ഉപദേശിക്കുന്നുണ്ട്. ആ സമയത്ത് അഭി പറയുന്നുണ്ട്, എൻ്റെ അമ്മേ, അതിനി അമ്മ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ ചെന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഡീലർഷിപ്പാണ് ഇത് എങ്ങനെയും എയും ജ്വല്ലർക്ക് തന്നെ കിട്ടുകയും ചെയ്യും അമ്മേ. കാരണം ഇപ്പൊ ടോപ്പ് 1 നിൽക്കുന്നത് എയും ജ്വല്ലർക്കാരാ. മൂർത്തിസ് ജ്വല്ലറി ഇപ്പൊ കോപ്പ് കുത്തി 5ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. അവർക്ക് എന്തായാലും ഈ ഡീലർഷിപ്പ് നേടിയെടുക്കാൻ കഴിയില്ലമ്മേ. തന്നെയുമല്ല, മൂർത്തിസ് ജ്വല്ലറിയുടെ പ്രതിനിധിയായി ഇന്ന് ആ മീറ്റിംഗിൽ ആരും പങ്കെടുക്കുന്നില്ലെന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് അവർക്ക് കിട്ടാനുള്ള ഒരു ചാൻസും ഇല്ല. ഈ ഡീലർഷിപ്പ് എയും ജ്വല്ലർക്ക് തന്നെ കിട്ടുമമ്മേ, അതിലൊരു സംശയവും ഇല്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കും. അന്ന് മുംബൈയിലെ അമേരിക്കൻ കമ്പനിയുടെ ഡീല് എയും ജ്വല്ലറി സ്വന്തമാക്കിയോണ്ടല്ലേ എയും ജ്വല്ലറി 1ാം സ്ഥാനത്തേക്ക് എത്തിയതും ഷെയറൊക്കെ കുത്തനെ കൂടിയതും. അതുപോലെ തന്നെ ഈ സ്വിറ്റ്സർലൻഡ് കമ്പനിയുമായിട്ടുള്ള ഡീലർഷിപ്പ് നടന്നു കഴിഞ്ഞാൽ കോടികളുടെ ബിസിനസ്സാണ് നടക്കാൻ പോകുന്നത്. അതിന്റെ മെച്ചം ആ കമ്പനിയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ടാകുമേ. അതൊരു വമ്പൻ നേട്ടം തന്നെ ആയിരിക്കും. മാനേജറായി എനിക്ക് ചിലപ്പോൾ MD ആയിട്ടായിരിക്കും പ്രമോഷൻ കിട്ടാൻ പോകുന്നത്. എന്തായാലും ഇനി അതിനൊന്നും ഒരുപാട് താമസമില്ലാമേ. മൂർത്തിസ് ജ്വല്ലറിയുടെ എല്ലാ പ്രശസ്തിയും പ്രതാപവും ഇടിഞ്ഞു. ഇനി എയും ജ്വല്ലറിയാ നമ്പർ 1. എയും ജ്വല്ലറിയാ ഇനി കുതിച്ചു കയറാൻ പോകുന്നത്. എന്തായാലും അമ്മ കാത്തിരുന്നോ, ഉടനെ തന്നെ അമ്മയെ തേടി ഈ സന്തോഷ വാർത്ത എത്തും എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ അബി അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ നവ്യ അവിടെ നിപ്പുണ്ടായിരുന്നു. അപ്പൊ നവ്യ മനസ്സിൽ വിചാരിക്കുന്ന നേരെ തിരിച്ചാണ്. മൂർത്തിസ് ജ്വല്ലറിയിൽ നിന്ന് ആരും ആ മീറ്റിംഗിൽ പങ്കെടുക്കാതിരുന്ന ഈ ഒരു ഡീലർഷിപ്പ് ഇവർക്ക് തന്നെ കിട്ടും. ഇവർ വീണ്ടും കുതിച്ചു കയറുമല്ലോ. അങ്ങനെ സംഭവിക്കരുതെന്ന് ഓർത്തിട്ടില്ലേ ഞാൻ ഇന്നലെ തന്നെ ആ ഡീറ്റെയിൽസ് എല്ലാം അവർക്ക് അയച്ചു കൊടുത്തത്. എന്നിട്ടും അവരെന്തുകൊണ്ടാണ് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറി എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. വേറെ ആർക്ക് കിട്ടിയാലും എയും ജ്വല്ലർക്ക് ഈ ഡീലർഷിപ്പ് കിട്ടണ്ടായിരുന്നു എന്നൊക്കെയാണ് നവ്യയുടെ മനസ്സിൽ. എന്തായാലും അബി ഓവർ കോൺഫിഡൻസോട് കൂടി തന്നെ ഡേവിഡിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ആനി അവിടെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഒക്കെ യാത്ര പറഞ്ഞ് അവരുടെ അനുഗ്രഹമൊക്കെ മേടിച്ചുകൊണ്ട് തന്നെ നേരെ ആദർശിന്റെ നയനയുടെയും ഗസ്റ്റ് ഹൗസിലേക്കാണ് ചെല്ലുന്നത്. അവിടെ ചെന്ന് അവരോട് സംസാരിച്ച് മീറ്റിങ്ങിൽ പറയേണ്ട കാര്യങ്ങളും പ്രസന്റേഷൻ അവതരിപ്പിക്കേണ്ട രീതികളും എല്ലാം ആദർശനോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെയാണ് അനി അവിടുന്ന് നേരെ ആ മീറ്റിംഗ് നടക്കുന്ന ഹാളിലേക്ക് ചെല്ലുന്നതും. ആദർശ് പറയുന്നുണ്ട് അനിയോട്, നീ ഒന്നും കൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല, ഈ ഡീല് നമുക്ക് തന്നെ കിട്ടും. എന്തായാലും മാളവിക കളക്ഷൻസ് ആണല്ലോ അവരവിടെ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ നയന വരച്ച ഡിസൈൻ തന്നെയല്ലേ. അതിനേക്കാളും എന്തും കൊണ്ടും ബെറ്റർ ആയ ഡിസൈൻ തന്നെയാണ് നമ്മൾ അവിടെ പ്രസന്റേഷൻ ചെയ്യാൻ പോകുന്നത്. അത് മാത്രമല്ല, അവർ വെച്ചിരിക്കുന്ന കൊട്ടേഷൻ തുകയേക്കാളും കുറഞ്ഞ കൊട്ടേഷനാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്നും അവരൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഈ ഒരു ഡീല് നമുക്ക് തന്നെ കിട്ടും. ഇതിന്റെ വിജയം നമ്മൾ തന്നെ ആഘോഷിക്കും. അതുകൊണ്ട് നീ ധൈര്യമായിട്ട് പോയിട്ട് വന്നൊക്കെ പറഞ്ഞ് അനിക്കൊരു ആത്മവിശ്വാസം കൂടി നൽകിയാണ് അനി അവിടുന്ന് പറഞ്ഞു വിടുന്നതും. അങ്ങനെ അനിയും അതേ കോൺഫിഡൻസോട് കൂടി തന്നെ നേരെ മീറ്റിംഗ് ഹാളിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ മറ്റു പ്രമുഖ ജ്വല്ലറിക്കാരുടെ MD-മാരും ഉണ്ട് കേട്ടോ. കൂട്ടത്തിൽ അബിയും ഡേവിഡും ഒക്കെ ഭയങ്കര ജാടയിൽ തന്നെ അവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾ എത്രമാത്രം തലയും കൊത്തി നിന്ന് കഷ്ടപ്പെട്ടാലും ഈ ഡീല് ഞങ്ങൾക്ക് സ്വന്തമാകുള്ളൂ, ഞങ്ങൾക്ക് മാത്രമേ അതിനുള്ള യോഗ്യതയുള്ളൂ എന്നുള്ളൊരു മട്ടിലാണ് അവർ രണ്ടുപേരും ഇരിക്കുന്നത്. എന്നാൽ ആ സമയത്ത് അനി അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്ന കാണുമ്പോഴേക്കും അത് ഡേവിഡിനും അബിക്കും ഒരുപാട് ഷോക്കാവുന്നുണ്ട് കേട്ടോ. ഇവൻ ഈ മീറ്റിങ്ങിൽ മൂർത്തിസ് ജ്വല്ലറിയുടെ പ്രതിനിധിയായി ആരും മീറ്റിങ്ങിൽ പങ്കെടുക്കില്ലെന്നാണല്ലോ പറഞ്ഞത്. എന്നിട്ട് മണി നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നല്ല സന്തോഷത്തോടെ കയറി വരുന്ന കാണുമ്പോഴേക്കും അബിക്കും അതുപോലെ തന്നെ ഡേവിഡിനും ഒക്കെ ഒരു ചെറിയ സംശയമൊക്കെ ആവുന്നുണ്ട്. ഡേവിഡ് എന്നിട്ട് അബിയോട് ചോദിക്കുന്നുണ്ട്, അബിസാറല്ലേ പറഞ്ഞത് മൂർത്തിസ് ജ്വല്ലറിയുടെ പ്രതിനിധിയായി ആരും അവിടുന്ന് വരില്ല എന്നൊക്കെ. എന്നിട്ട് മൂർത്തിസ് ജ്വല്ലറിയുടെ MD ആയ അനിയാണല്ലോ ആ വരുന്നത്. എന്താ സാറേ സംഭവിച്ചത്? ഇതിലെന്തെങ്കിലും ചതി ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അബി പറയുന്നുണ്ട്, ഏയ് അങ്ങനെ വരാൻ ഒരു വഴിയുമില്ല. ഡേവിഡ് സാർ വിഷമിക്കാതിരിക്കുക, എന്തായാലും ഈ കൊട്ടേഷൻ അവർക്ക് കിട്ടാൻ പോകുന്നില്ല. നയന കളക്ഷൻസിനെക്കാളും എന്തുകൊണ്ടും ബെറ്ററാണ് മാളവിക കളക്ഷൻസ്. അതിലെ ഏറ്റവും നല്ല ഡിസൈൻസാണ് നമ്മൾ അവർക്ക് അയച്ചു കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല, ഇത്രയും കുറഞ്ഞ കൊട്ടേഷനിൽ ഒരിക്കലും അവർക്ക് ഈ ഡീല് സ്വന്തമാക്കാൻ കഴിയില്ല. നേരായ മാർഗത്തിലൂടെ മാത്രം ബിസിനസ് ചെയ്യുന്നവരല്ലേ മൂർത്തിസ് ജ്വല്ലറിക്കാരെ. അവർക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു കൊട്ടേഷൻ സ്വീകരിക്കാൻ കഴിയില്ല. അങ്ങനെ അവരത് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഭയങ്കര നഷ്ടക്കച്ചവടമായി പോകും. നമ്മളെപ്പോലെ ചില തിരിമറികളൊക്കെ നടത്തുന്ന ജ്വല്ലറിക്കാർക്ക് മാത്രമേ ഇത്രയും കുറഞ്ഞ കൊട്ടേഷനിൽ ഈ ഡീലൊക്കെ നേടാൻ കഴിയുള്ളൂ. എന്തായാലും ഈ ഡീൽ അവർ സ്വന്തമാക്കാൻ പോകുന്നില്ല. അത് മാത്രമല്ല, മൂർത്തി മുത്തശ്ശൻ ഇന്നലെ നേരിട്ട് അനിയോട് പറഞ്ഞതാണ് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കണമെന്ന്. എന്നിട്ടും അവൻ പങ്കെടുക്കാൻ താല്പര്യം കാണിച്ചില്ല. ചിലപ്പോൾ മൂർത്തി മുത്തശ്ശനോട് അങ്ങനെ പറഞ്ഞത് ശരിയായില്ലെന്ന് ആരെങ്കിലും ഉപദേശിച്ചു കാണും. അതുകൊണ്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ പ്രസന്റ് ചെയ്യാന്ന് കരുതി അവൻ ഇങ്ങോട്ടേക്ക് വന്നത്. എന്തായാലും സാറ് വിഷമിക്കാതിരി, ഈ ഡീല് നമുക്ക് തന്നെ കിട്ടുള്ളൂ. അച്ഛൻ ആഗ്രഹിച്ചതുപോലെ എയും ജ്വല്ലറി ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തും. അവർക്ക് ഒരിക്കലും വെട്ടിപ്പിടിക്കാൻ കഴിയാത്തത്ര ഉയരത്തിലേക്ക് നമ്മൾ എത്തുക തന്നെ ചെയ്യും.
മൂർത്തീസ് ജ്വല്ലറിയും അനന്തപുരിയൊക്കെ ഇനി നമ്മുടെ കാൽക്കീഴിലായിരിക്കും. കുറച്ച് കഴിയുമ്പം അത് നമുക്ക് തന്നെ സ്വന്തമാകും. അതുകൊണ്ട് സാർ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് അബി ഡേവിഡിന് ഇച്ചിരി ആത്മവിശ്വാസമൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നാൽ ഡേവിഡിന് നല്ല ടെൻഷനുണ്ട് കേട്ടോ. കാരണം ഈ ഒരു ഡീല് നമുക്ക് നഷ്ടമായി കഴിഞ്ഞാൽ അതെങ്ങനെ നാഗേന്ദ്രൻ സാറിനോട് അവതരിപ്പിക്കും? അതിൻ്റെ പ്രഹരം അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറമായിരിക്കും. എന്ത് വൃത്തികേടും ചെയ്യാൻ ഒരു മടിയും കാണിക്കാത്ത ആളാണ് നാഗേന്ദ്രൻ എന്നുള്ളത് ഡേവിഡിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഡേവിഡിന് മനസ്സിനുള്ളിൽ ചെറിയ ഭയമൊക്കെ ഉണ്ട്. എന്നാലും അത് പുറത്ത് കാണിക്കാതെ ഒരു ആത്മധൈര്യത്തിൽ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ മീറ്റിംഗ് ഒക്കെ അധികം വൈകാതെ തന്നെ ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട്. എയർലൈൻ കമ്പനിക്കാർ ഓരോ ജ്വല്ലറിയുടെയും പ്രസൻറ്റേഷനൊക്കെ കാണുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം എയിം ജ്വല്ലറിയുടെ പ്രസൻറ്റേഷനൊക്കെ കണ്ടിട്ട് അവർ ഒരുപാട് ഇമ്പ്രസ്ഡ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ തരക്കേടില്ലാത്ത നല്ല ഡിസൈൻസും അവർ നേരത്തെ തന്നെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. കൊട്ടേഷൻ കണ്ടിട്ടും അത് വലിയ കുഴപ്പമുള്ളതായിട്ട് അവർക്ക് തോന്നുന്നില്ല. അവരുടെ പ്രസൻറ്റേഷൻ കണ്ട് മറ്റു ജ്വല്ലർക്കാരെല്ലാവരും കൈയടിച്ചവരെ പ്രോത്സാഹിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അതിനുശേഷമാണ് നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിയുടെ പ്രസൻറ്റേഷൻ അനി അവിടെ അവതരിപ്പിക്കുന്നത്. മാളവിക കളക്ഷൻസിനെക്കാളും എന്തും കൊണ്ടും ബെറ്റർ ആയ ഡിസൈൻസ് ആണ് നയൻ അവിടെ വരച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായ ഡിസൈനുകൾ. ആ ഡിസൈനൊക്കെ കണ്ടിട്ട് അവിടെയുള്ള എല്ലാവർക്കും അത് ഒരുപാട് ഇഷ്ടമാവുന്നുണ്ട്. അത് മാത്രമല്ല എയിം ജ്വല്ലറിക്കാർ വെച്ചിരുന്ന കൊട്ടേഷനേക്കാളും കുറഞ്ഞ എമൗണ്ടാണ് മൂർത്തീസ് ജ്വല്ലറിയും വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് മൂർത്തീസ് ജ്വല്ലറിയാണ് അവർ പരിഗണിക്കുന്നതും. നല്ല ഡിസൈൻസും കുറഞ്ഞ കൊട്ടേഷനും അതുപോലെ തന്നെ പാരമ്പര്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പ്രശസ്തിയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം ഇപ്പോഴും മൂർത്തീസ് ജ്വല്ലറി ഒട്ടും പിന്നിലല്ലോ. അതുകൊണ്ട് അവർ മൂർത്തീസ് ജ്വല്ലറിയാണ് തിരഞ്ഞെടുക്കുന്നത്. അവരുടെ കമ്പനിയുമായിട്ട് ആ ഒരു ഡീൽ ഉറപ്പിക്കാൻ മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആയ അനിയെ അവർ സെലക്ട് ചെയ്യുന്നുണ്ട്. അത് കേട്ടപാടെ അബിയും ഡേവിഡും ആകെ ഷോക്കായി പോകുന്നുണ്ട്. അവർ രണ്ടുപേരും അന്താളിച്ച് പരസ്പരം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇത്രയും കുറഞ്ഞൊരു കൊട്ടേഷനിൽ അവർ എങ്ങനെ ഈ ഡീൽ സ്വന്തമാക്കിയെന്നൊക്കെ ഓർത്ത് അവരിങ്ങനെ തല പുകച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഒരു ചതി ഇവിടെ നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കൊട്ടേഷനിൽ അവരെങ്ങനെ ഈ ഡീൽ സ്വന്തമാക്കാൻ കഴിയും? അത് തന്നെയുമല്ല, അന്ന് വരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ പുതിയ പുതിയ ഡിസൈൻസ് ആണ് നയന വരച്ചിട്ടുണ്ടായിരുന്നതും. അതെല്ലാം ആ സ്വിറ്റ്സർലാൻഡ് കമ്പനിക്കാരെ ഒരുപാട് ഇംപ്രസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവസാനം ആ ഡീല് മൂർത്തീസ് ജ്വല്ലറിക്ക് തന്നെ സ്വന്തമാവുകയാണ്. ഇതെനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം താൻ MD ആയതിനു ശേഷം മൂർത്തീസ് ജ്വല്ലറിക്ക് പ്രത്യേകിച്ച് വളർച്ച ഒന്നും ഉണ്ടായില്ലല്ലോ. നാൾക്ക് നാൾ അത് താഴോട്ടല്ലേ പൊയ്ക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടായ ഈ ഒരു നേട്ടം അത് അവർക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ നേരെ തിരിച്ചാണ് കേട്ടോ ആബിക്ക്. മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആയ അനി തൻ്റെ മുമ്പിൽ നാണം കെട്ട് തല ഒന്നിച്ചിരിക്കുന്ന കാണാനായിട്ട് ആഗ്രഹിച്ചു വന്നതാണ് ആബി. പക്ഷെ സംഭവിച്ച നേരെ തിരിച്ചും. അനിക്ക് പകരം അവിടെ ആബിയാണ് നാണം കെട്ട് അവരുടെ എല്ലാം മുമ്പിൽ തല ഒന്നിച്ച് നിൽക്കേണ്ടി വന്നതും. അങ്ങനെ മീറ്റിംഗ് എല്ലാം അവസാനിച്ച് രണ്ടു കൂട്ടരും പോകാനായിട്ട് ഇറങ്ങിയാണ് കേട്ടോ. ആ സമയത്ത് അനി അബിയോടായിട്ട് പറയുന്നുണ്ട്, നീ എയിം ജ്വല്ലറിൽ ജോയിൻ ചെയ്തതിനു ശേഷം ഉണ്ടായ ആദ്യത്തെ ഡീലിംഗ് അല്ലേ ഇത്? ഇത്രയും നാളും അതിശക്തിയായി വളർന്നുകൊണ്ടിരുന്ന എയിം ജ്വല്ലറി ഇപ്പൊ നീ ചെന്നതിന് ശേഷം ഇതുപോലൊരു നാണക്കേട് അനുഭവിക്കേണ്ടി വന്നല്ലോ. എല്ലാം നിന്റെ രാശിയാ. നീ ചെല്ലുന്നിടത്ത് ഇതൊക്കെ സംഭവിച്ചില്ലെങ്കിലേ അതിശയമുള്ളൂ. പാപി ചെല്ലുന്നിടം പാതാളം, അങ്ങനെ കേട്ടിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് അനി അബിയും ഡേവിഡേയും ഒന്ന് പരിഹസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അബിക്ക് അത് ഡേവിഡിന്റെ മുമ്പിലും ഭയങ്കര ഒരു നാണക്കേടായിട്ട് മാറി. ഭയങ്കര സന്തോഷത്തിൽ തന്നെ ഈ ഡീലർഷിപ്പ് നമുക്ക് കിട്ടിയെന്നുള്ള കാര്യങ്ങളെല്ലാം മുത്തശ്ശനെയും അതുപോലെ ആദർശനെയും വിളിച്ച് അറിയിക്കുന്നുണ്ട്. അത് കേട്ട് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് അനന്തപുരിയില്. ജലജയും അവന്തിയും ഒഴിച്ച് ബാക്കി എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. എന്നാൽ ഈ ഡീല് നമ്മുടെ കയ്യിൽ നിന്ന് പോയെന്നറിയുമ്പോഴേക്കും നാഗേന്ദ്രന് കലി ഇളകുന്നുണ്ട്. തിരിച്ച് നാഗേന്ദ്രന്റെ അടുത്തേക്ക് തന്നെ അബിയും ഡേവിഡും എത്തുന്നുണ്ട്. അവിടെ ആ സമയത്ത് അവന്തികയും ഉണ്ടായിരുന്നു. അത് നമുക്ക് ഒരുപാട് നാണക്കേടായെന്നും അന്ന് മുംബൈയിൽ വെച്ച് നടന്ന മീറ്റിങ്ങിനേക്കാളും നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഈ മീറ്റിങ്ങിനായിരുന്നുവെന്നും അതൊരു ചെറിയ കമ്പനി ആയിട്ട് കൂടി നമുക്ക് അതിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞെന്നും അത് മാത്രമല്ല ഇത് അതിലും വലിയൊരു കമ്പനിയാണെന്നും ഈ ഡീല് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ കോടാനുകോടി രൂപ നമുക്ക് ആസ്തിയായിട്ട് കിട്ടുമായിരുന്നു എന്നൊക്കെ നാഗേന്ദ്രൻ പറയുന്നുണ്ട്. എന്തായാലും ഈ ഡീല് നമുക്ക് നഷ്ടമായി. ഇനി അതേപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. അറിയാമല്ലോ, നമ്മുടെ ശത്രുക്കൾ നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇനിയുള്ള കരുക്കൾ നീക്കുന്നത് വളരെ സൂക്ഷിച്ചായിരിക്കണം. യാതൊരു കാരണവശാലും ഇനി നമ്മുടെ ജ്വല്ലറിയിൽ നിന്ന് ഒരു രഹസ്യം പുറത്തു പോകാൻ പാടില്ല. എല്ലാം അതീവ രഹസ്യമായിട്ട് വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ. നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരു പാവപ്പിഴയും ഇനി സംഭവിക്കാൻ പാടില്ല. അത് ഈ എയിം ജ്വല്ലറിയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ബാധകമാണെന്നൊക്കെ നാഗേന്ദ്രൻ ഭയങ്കര ദേഷ്യത്തോടെ തന്നെ പറയുന്നുണ്ട്. എന്നാൽ ഇതിന് പിന്നിൽ എന്തോ ഒരു ചതി ഉണ്ടെന്നൊക്കെ അബി ആ സമയത്തും പറയുന്നുണ്ട് കേട്ടോ. നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അതിന് എന്ത് തന്നെ ആയാലും ഇനിയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാൻ. ഇവിടെ നമ്മുടെ അശ്രദ്ധയും അതുപോലെ തന്നെ മൂർത്തീസ് ജ്വല്ലറി ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കില്ലെന്ന് അറിഞ്ഞതോടുകൂടി നമ്മൾ ഇച്ചിരി ഓവർ കോൺഫിഡൻസ് കാണിക്കുകയും ചെയ്തു. അതിൻ്റെ പ്രത്യാഘാതമാണ് ഇപ്പോൾ നമുക്ക് ഈ സംഭവിച്ചത്. അതുകൊണ്ട് ഇനി എന്താണെങ്കിലും നമ്മൾ സൂക്ഷിച്ച് വേണം ചെയ്യാൻ എന്നൊക്കെ നാഗേന്ദ്രൻ എല്ലാവർക്കും ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. എന്നാൽ മൂർത്തീസ് ജ്വല്ലറിക്ക് തന്നെ ഈ ഡീലർഷിപ്പ് കിട്ടിയെന്നറിയുന്ന നവ്യയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്.
തന്നെ ഇത്ര നാളും ചതിച്ചുകൊണ്ടിരുന്ന അബിക്കും അതുപോലെ തന്നെ അബിയെ സപ്പോർട്ട് ചെയ്ത ഡേവിഡിനിട്ടും ഒക്കെ നല്ലൊരു മുട്ടം പണി കൊടുക്കണമെന്ന് നവ്യ തീരുമാനിച്ചാണല്ലോ. അങ്ങനെയാണല്ലോ നവ്യയെ കൊണ്ട് പറ്റും പോലെ AM ജ്വല്ലറിയുടെ രഹസ്യങ്ങളെല്ലാം മൂർത്തിസ് ജ്വല്ലറിക്ക് വേണ്ടിയിട്ടും അതുപോലെ ആദർശനും അനിക്കും ഒക്കെ വേണ്ടി ചോർത്തി കൊടുക്കുന്നത്. അപ്പം താൻ അങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു ഡീൽ അവർക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലെന്നൊക്കെ ഓർത്ത് നവ്യക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. എന്നാൽ നവ്യ ആ സന്തോഷം അവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുന്നൊന്നുമില്ല കേട്ടോ. അവരുടെ ദുഃഖത്തിൽ പങ്കാളിയായ പോലെ തന്നെ നവ്യ നല്ല രീതിക്ക് അഭിനയിച്ച് അവിടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അഭിയും ഡേവിഡിനെയും സ്നേഹം നടിച്ച് കൂടെ നിന്ന് AM ജ്വല്ലറിയുടെ രഹസ്യങ്ങളൊക്കെ ചോർത്തി തന്നെ കൊണ്ട് കഴിയുമ്പോഴൊക്കെ മൂർത്തിസ് ജ്വല്ലറിയെയും അതുപോലെ ആദർശനെയും അനിയും സഹായിക്കണമെന്നും അനിയുടെയും ആദർശേട്ടൻ്റെയും അതുപോലെ മുത്തശ്ശൻ്റെയൊക്കെ മുമ്പിൽ അഭി തല കുമ്പിട്ട് നിൽക്കണമെന്നും അതുപോലെ AM ജ്വല്ലറി എന്ന സാമ്രാജ്യം തകർന്നടിയണം എന്നൊക്കെ തന്നെ നമ്മുടെ നവ്യ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് എന്ത് ത്യാഗം ചെയ്യാനും നവ്യ തയ്യാറാകുകയും ചെയ്യുന്നുണ്ട്. ഇനി അങ്ങോട്ടേക്ക് അബി എന്ന ചതിയൻ്റെയും അവനെ സഹായിക്കുന്ന എല്ലാവരുടെയും നാശം കണ്ടിട്ട് നവ്യ അടങ്ങിയിരിക്കുള്ളൂ എന്നുള്ളൊരു തീരുമാനം തന്നെ എടുക്കുകയാണ്. അങ്ങനെ ശത്രുവശത്തിന് ഒരു പ്രഹരമുണ്ടാക്കിയിരിക്കുകയാണ് നവ്യ. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്